ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്ക് എതിരായ വിമർശനങ്ങൾക്ക് പൂട്ടിട്ട ഒരു വീഡിയോ. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഹമാസ് എങ്ങനെയാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. ഇസ്രായേലിനെ അപകീർത്തിപ്പെടുത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ എന്ന പ്രസ്താവനയോടെയാണ് നെതന്യാഹുവിന്റെ ഓഫീസ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിലൂടെ ആൺമക്കളുടെ കൺമുന്നിൽ പിതാവിനെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഈ ആക്രമണമാണ് ഗാസ മുനമ്പിൽ യുദ്ധത്തിന് തിരികൊളുത്തിയത്. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്ക് എതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് വീഡിയോ പുറത്തുവിട്ടത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ കുടുംബത്തിന്റെ ആഗ്രഹത്തെ മാനിച്ച് വീഡിയോ ഇസ്രായേലിൽ സംപ്രേഷണം ചെയ്യാനോ വിതരണം ചെയ്യാനോ പാടില്ല എന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഗാസയുടെ വടക്കൻ അതിർത്തിയിലുള്ള നെറ്റീവ് ഹസാരയിലെ താസ കുടുംബത്തിന്റെ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ 46 വയസ്സുകാരനായ പിതാവ് ഗിൽ തന്റെ 2 ആൺമക്കളായ 12 വയസ്സുകാരൻ കോർണയും 8 വയസ്സുകാരൻ ഷായയും വീടിന് പുറത്തുള്ള ബോംബ് ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകുന്നത് ദൃശ്യമാണ്. ഈ സമയം ഹമാസിന്റെ ഗ്രൂപ്പ് ഷെൽട്ടറിന്റെ ഉള്ളിലേക്ക് ഗ്രനേഡ് എറിയുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു. അതിനുശേഷം ഗിൽ ഷെൽട്ടറിന്റെ പ്രവേശന കവാടത്തിൽ വീഴുന്നതും കാണാം. രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹം അടിവസ്ത്രം മാത്രം ധരിച്ചിരുന്ന മക്കൾ കോർണും ഷായും പിന്നീട് തോക്കിൻ മുന്നിൽ ഷട്ടറിൽ നിന്ന് പുറത്തിറങ്ങി അച്ഛന്റെ ശരീരത്തിനരികിലൂടെ വീട്ടിലേക്ക് തിരികെ നടക്കുന്നു. ഗ്രനേഡ് ചീളുകൾ കൊണ്ട് ഇരുവരുടെയും ശരീരം രക്തമയമായിരുന്നു. പിന്നീട് 2 കുട്ടികളും വേദന കൊണ്ട് പുളഞ്ഞ് സ്വീകരണ മുറിയിൽ സഹായത്തിനായി യാചിക്കുന്നത് കാണാം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരാൾ അകത്തേക്ക് വരുന്നു, ഫ്രിഡ്ജിൽ നിന്നൊരു പാനീയം എടുക്കുന്നു. ആക്രമണത്തിന്റെ ഫലമായി ഷായുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇവരുടെ മൂത്ത സഹോദരനായ ഓർ സമീപത്തുള്ള സിക്കിം ബീച്ചിൽ വെച്ച് ഹമാസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. 4ാമത്തെ സഹോദരനായ 15 വയസ്സുകാരൻ സോഹർ ആക്രമണ സമയത്ത് അമ്മ സബിൻ താസയ്ക്ക് ഒപ്പമായിരുന്നു. വീഡിയോ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയതിന് സബിൻ താസയെ ബെഞ്ചമിൻ നെതന്യാഹു പ്രശംസിച്ചു. ഈ ദൃശ്യങ്ങൾ ഇപ്പോഴും മിടിക്കുന്ന ഓരോ ഹൃദയത്തെയും തകർക്കും, പ്രചരിക്കുന്ന ഓരോ നുണയെയും ഇത് നിശബ്ദമാക്കും. ഇസ്രായേലിനെ അപകീർത്തിപ്പെടുത്തുന്ന നേതാക്കളോട് ഞാൻ പറയുന്നു, ഈ ദൃശ്യങ്ങൾ കാണൂ, നെതന്യാഹു പറഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിനിടെ ഹമാസ് 1200 പേരെ കൊലപ്പെടുത്തുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. 48 ബന്ദികൾ ഇപ്പോൾ ഗാസയിൽ തടവിൽ കഴിയുന്നതായാണ് കരുതുന്നത്. അതേസമയം അന്നു മുതൽ തുടരുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 62,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ മരണസംഖ്യ വർദ്ധിക്കുകയും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തതോടെ ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലെ ആക്രമണത്തെ വിമർശിച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ആഴ്ച UN പട്ടിണി നിരീക്ഷണ സമിതി ഗാസയുടെ ചില ഭാഗങ്ങളിൽ ക്ഷാമവും പ്രഖ്യാപിച്ചു. എന്നാൽ ഗാസയിൽ ക്ഷാമമുണ്ട് എന്ന വാദം ഇസ്രായേൽ നിഷേധിച്ചു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം ഹമാസ് കൊള്ളയടിക്കുകയാണ് എന്നും അവിടുത്തെ സാധാരണക്കാരുടെ മരണത്തിന് കാരണം ഹമാസ് ആണെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങളിലൂടെയെങ്കിലും ആരാണ് ആദ്യം യുദ്ധത്തിന് കാരണക്കാരായത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രകോപനം വന്നപ്പോഴാണ് അത്രമാത്രം ശക്തമായി ഇസ്രായേൽ പ്രതികരിക്കാൻ തുടങ്ങിയത് എന്നത് വ്യക്തമാകും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.